സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ ഞങ്ങൾ 500 എപ്പിസോഡുകൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണല്ലോ. അതിൻ്റെ 20 ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 21ാമത്തെ എപ്പിസോഡായി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു യാക്കോബും പുത്രന്മാരും. ഇസഹാക്ക് മരിച്ചു, പ്രാണനെ വിട്ടു എന്നത് യഹോവയായ ദൈവത്തോട് ചേരുവാനുള്ള ജഡത്തിൽ നിന്നുള്ള ഒരു വേർപാടാണ്. ഇസഹാക്ക് നിത്യജീവൻ അവകാശിയായി. ഇസഹാക്കിൻ്റെ വേർപാടോട് ഇസഹാക്കിൻ്റെ ഭവനത്തിൽ നിന്നും ഏശാവും പുത്രന്മാരും പൗത്രന്മാരും ദാസന്മാരും എല്ലാവരും വേർപിരിഞ്ഞു പോയി. ഏശാവും എല്ലാവരും പോയി എങ്കിലും യാക്കോബ് പോയില്ല. കാരണം തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ വേർപാടിൽ യാക്കോബിന് ദുഃഖമുണ്ട്. ഉറ്റവരും ഉടയവരും എല്ലാവരും അകന്നകന്നു പോയി. ആ കൂടാരത്തിൽ യാക്കോബുണ്ട്, ഭാര്യ ലേയായുണ്ട്, 2 ദാസിമാർ സിൽപ്പായും ബിൽഹായുമുണ്ട്, 12 പുത്രന്മാരും 1 പുത്രിയുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. യാക്കോബ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? പദൻ അരാമിൽ നിന്നും ഇവിടേക്ക് വന്നപ്പോഴും ഇവിടെ നിന്നും പദൻ അരാമിലേക്ക് പോയപ്പോഴും യാക്കോബിന് ജനങ്ങൾ ഒരു പേരിട്ടു. ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും തന്ത്രശാലി, ഉബായി എന്നൊക്കെയാണല്ലോ വിളിച്ചത്. എന്നാൽ യാക്കോബ് അപ്പനെ പോലെ ഇസഹാക്കിനെ പോലെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് സത്യം. യാക്കോബ് സ്വയമേ പറയുന്നത് നമുക്ക് എന്താണെന്ന് ഒന്ന് കേൾക്കാം. ഉബായി എന്നു വിളിച്ചു എങ്കിലും അക്ഷരാർത്ഥത്തിൽ ഉബായല്ല ഞാൻ, അക്ഷരാർത്ഥത്തിൽ ഉബായല്ല. ഉബായി എന്നു വിളിച്ചു എങ്കിലും അക്ഷരാർത്ഥത്തിൽ ഉബായല്ല ഞാൻ, അക്ഷരാർത്ഥത്തിൽ ഉബായല്ല. തന്ത്രശാലി എന്നു വിളിച്ചാലും ദൈവത്തിനപ്രിയമായി ഒന്നും ചെയ്യുകയില്ല. തന്ത്രശാലി എന്നു വിളിച്ചാലും ദൈവത്തിനപ്രിയമായി ഒന്നും ചെയ്യുകയില്ല. ഞാൻ ദൈവത്തിനപ്രിയമായി ഒന്നും ചെയ്യുകയില്ല. ഉബായി എന്നു വിളിച്ചു എങ്കിലും അക്ഷരാർത്ഥത്തിൽ ഉബായല്ല ഞാൻ, അക്ഷരാർത്ഥത്തിൽ ഉബായല്ല. യാക്കോബ് പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ഒരു ദിവസം യാക്കോബ് കൂടാരമുറ്റത്ത് ഇരിക്കുകയായിരുന്നു. അകലെ നിന്നും തൻ്റെ ജ്യേഷ്ഠനായ ഏശാവ് വരുന്നത് കണ്ട് ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ ജ്യേഷ്ഠനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഭയന്ന് സാഷ്ടാംഗം നമസ്കരിച്ചതല്ല. യഹൂദരുടെ നിയമപ്രകാരം ജ്യേഷ്ഠന് അപ്പൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ജ്യേഷ്ഠനെ കണ്ടപ്പോൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് സാഷ്ടാംഗം നമസ്കരിച്ചത്.
നമ്മളും അങ്ങനെയാണല്ലോ. ഇന്നത്തെ പിള്ളേരെ കണ്ടിട്ടില്ലേ, ജ്യേഷ്ഠൻ്റെ കഴുത്തിൽ കയറി പിടിച്ചങ്ങ് ഞെക്കും. അതും സ്നേഹം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും മദ്യവും വാങ്ങാൻ പൈസ കൊടുത്തില്ലെങ്കിൽ അപ്പൻ്റെ കഴുത്തിൽ കയറി പിടിക്കും. അതും സ്നേഹം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ അതും എനിക്കറിയില്ല. ഇനി പുറംതിരിഞ്ഞ് നടക്കുന്ന അപ്പനെ തലക്കടിച്ചു കൊല്ലും. അതും സ്നേഹം കൊണ്ടാണോ ബഹുമാനം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ യാക്കോബ് ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ ഏശാവിനെ കണ്ട് ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഏശാവ് യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ, നീ ഇപ്പോൾ യാക്കോബല്ലല്ലോ, ഇസ്രായേലല്ലേ. യാക്കോബേ, ഞാൻ വന്ന കാര്യം പറയുകയാണ്. പിതാവായ ദൈവം, യഹോവയായ ദൈവം ആടുമാടുകൾ കൊണ്ടും സന്താനപുഷ്ടി കൊണ്ടും എന്നെയും നിന്നെയും അധികമായി അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കിര്യത്ത് അർബായിൽ, അപ്പന്റെ ദേശത്ത്, ഈ കനാനിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? ഞാൻ സേയിർ പർവ്വതത്തിലേക്ക് പോവുകയാണ്. ഈ സേയിർ പർവ്വതം അത്ര അകലൊന്നും അല്ലല്ലോ. യാക്കോബേ, നിനക്കെപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം. മാത്രമല്ല, അപ്പന്റെ സ്ഥാനത്ത് എന്നും എന്നും ഞാനുണ്ടാകും, എന്നും ഞാനുണ്ടാകും. ഏശാവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ, യാക്കോബിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ. അതാണ് രക്തവും മാംസവും തമ്മിലുള്ള ബന്ധം. അകന്നകന്നു പോകുന്ന ഏശാവിനെ നിറകണ്ണോടെ നോക്കി നിൽക്കുകയാണ് യാക്കോബ്. ഈ ഏശാവിന് വേറൊരു പേര് കൂടെയുണ്ട്. ആ പേര് നമുക്കാർക്കും ഇതുവരെ സുപരിചിതമല്ല എന്ന് തോന്നുന്നു. ഏദോം എന്നൊരു പേര് കൂടെയുണ്ട്. കുറേ കാലം ഏദോം നാട്ടിലായിരുന്നു ഈ ഏശാവ്. അതുകൊണ്ട് ഏശാവിന് ഏദോം എന്ന പേര് കൂടെ കിട്ടി. അങ്ങനെ ഏദോം എന്ന ഏശാവ് ദേ സേയിരിലേക്ക് പോകുന്നു. ഏദോം എന്ന യേശാവ് സേയിർ നോക്കിപ്പോയി. ഏദോം എന്ന യേശാവ് സേയിർ നോക്കിപ്പോയി. പുത്രന്മാരും പൗത്രന്മാരും യേശാവിനൊപ്പം പോയി. പുത്രന്മാരും പൗത്രന്മാരും യേശാവിനൊപ്പം പോയി. യേശാവിനൊപ്പം പോയി. യേശാവിനൊപ്പം പോയി. യേശാവിനൊപ്പം പോയി. ഏദോം എന്ന യേശാവ് സേയിർ നോക്കിപ്പോയി. ഏദോം എന്ന യേശാവ് സേയിർ നോക്കിപ്പോയി. യാക്കോബിനെയും യേശാവിനെയും ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ യാക്കോബിനെ അനുഗ്രഹിച്ചത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. യേശാവിനെ ദൈവം അനുഗ്രഹിച്ചുവോ എന്ന് ചോദിച്ചാൽ ഭൗതികമായി യേശാവിനെ ദൈവം അധികമായി അനുഗ്രഹിച്ചു. ആത്മീകമായി ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. ആത്മീയമായി ഉള്ളത് യാക്കോബിനോടൊപ്പമാണല്ലോ, ഭൗതികമായിട്ടുള്ളത് യേശാവിനോടൊപ്പം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതായത് യേശാവിൻ്റെ തലമുറയിൽ രാജാക്കന്മാർ 8 പേരുണ്ടായി, പ്രഭുക്കന്മാർ 11 പേരുണ്ടായി. ഇവർ ഇസ്രായേൽ മഹാരാജ്യത്തെ ഭരിച്ചവരാണ്. എന്നാൽ ഒരു കാര്യം, യഹോവയായ ദൈവം ഇവരെ തിരഞ്ഞെടുത്തില്ല. അല്ല, ഇസ്രായേലിൽ രാജാവുണ്ടായി എന്ന് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തില്ല എന്നും പറയുന്നു. ദൈവം തിരഞ്ഞെടുക്കാതെ പിന്നെ എങ്ങനെ ഇസ്രായേലിൽ രാജാവുണ്ടായി? പറയാം. രാജാക്കന്മാർ 8 പേർ, പ്രഭുക്കളായവർ 11. രാജാക്കന്മാർ 8 പേർ, പ്രഭുക്കളായവർ 11. വാളെടുത്തവരെല്ലാം രാജാവായി, പണമുള്ളവരെല്ലാം പ്രഭുക്കളായി. വാളെടുത്തവരെല്ലാം രാജാവായി, പണമുള്ളവനെല്ലാം പ്രഭുക്കളായി. രാജ
രാജാക്കന്മാർ 8 പേർ, പ്രഭുക്കളായവർ 11, രാജാക്കന്മാർ 8 പേർ, പ്രഭുക്കളായവർ 11. അല്ല, ഇവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല എന്നാണല്ലോ. ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല. പിതാവായ ദൈവം, യഹോവയായ ദൈവം തെരഞ്ഞെടുക്കാതെ പിന്നെ ഇവരൊക്കെ എങ്ങനെ ഇസ്രായേലിന്റെ അന്നത്തെ രാജാവായി? സ്വയമേ രാജാവായി, സ്വയമേ പ്രഭുക്കളായി, സ്വയമേ രാജാവായി, സ്വയമേ പ്രഭുക്കളായി. വാളെടുത്തവരെല്ലാം രാജാവായി, പണമുള്ളവനെല്ലാം പ്രഭുക്കളായി. വാളെടുത്തവനെല്ലാം രാജാവായി, പണമുള്ളവനെല്ലാം പ്രഭുക്കളായി. ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല, ദൈവം തെരഞ്ഞെടുത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉടയ തമ്പുരാൻ തിരഞ്ഞെടുക്കാത്തതൊന്നും തിരഞ്ഞെടുക്കാത്തത് തന്നെ. എന്നാൽ ഉടയ തമ്പുരാൻ തിരഞ്ഞെടുക്കുന്നത് പാറമേൽ പണിയുന്ന ഭവനം പോലെ ഇരിക്കും. ഇസ്രായേലിൽ യഹോവയായ ദൈവം ശൗലിനെ തിരഞ്ഞെടുക്കുന്നത് വരെ, രാജാവായി തിരഞ്ഞെടുക്കുന്നത് വരെ ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ രാജാവ് ശൗലാണ്. അത് ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നൊരു ധ്വനി ഉണ്ടല്ലോ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ദൈവം തിരഞ്ഞെടുക്കാത്ത രാജാക്കന്മാരെക്കുറിച്ചും പ്രഭുക്കന്മാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. നമ്മുടെ യാക്കോബ് ഇപ്പോൾ കാനാനിലുണ്ട്. കാനാനിൽ താമസിക്കുമ്പോൾ യാക്കോബ് തൻ്റെ മക്കളെയെല്ലാം അരികിൽ വിളിച്ചു. മക്കളെ, ഇങ്ങ് അടുത്ത് വരിൻ, നിങ്ങളെല്ലാവരും വയലിൽ പോയി ആട്ടിൻകൊറ്റന്മാരെ തീറ്റുവിൻ, വെള്ളം കുടിപ്പിക്കുവിൻ, അവരെ പരിചരിക്കുവിൻ എന്ന് പറഞ്ഞു. അവരെല്ലാവരും പുറപ്പെടാൻ സമയത്ത് നഫ്താലി പറഞ്ഞു, ഡേ ഗാദേ, ആശേറെ, ഇവിടെ വാടാ, അങ്ങോട്ട് നോക്ക്, നമ്മുടെ അപ്പനെ കണ്ടോ, 2 എണ്ണത്തെ പിടിച്ച് മടിയിരുത്തിയിരിക്കുന്നത്. ഈ യാക്കോബിന് ഇസഹാക്കിൻ്റെ അസുഖം തുടങ്ങിയിരിക്കുന്നു. എന്താണ്? പുത്രസ്നേഹം. യോസേഫിനെയും ബെന്യാമിനെയും പിടിച്ച് മടിയിലിരുത്തിയിരിക്കുന്നു. രൂബേൻ പറഞ്ഞു, എടാ അസൂയപ്പെടാതെടാ, അസൂയപ്പെടാതെ. ഒന്നുമില്ലേലും അമ്മയില്ലാത്ത മക്കളല്ലേടാ, അപ്പന് പ്രിയപ്പെട്ട മക്കളല്ലേടാ, അപ്പൻ്റെ വയസ്സുകാലത്ത് ജനിച്ച മക്കളല്ലേ. അതുമാത്രമല്ല, നമ്മളിൽ നിന്നും 10-20 വയസ്സ് താഴെയും. നീ അത് നോക്കണ്ട, നമുക്ക് വയലിലേക്ക് പോകാം. അതെ, യാക്കോബ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ യോസേഫിനെയും ബെന്യാമിനെയും മടിയിൽ പിടിച്ചിരുത്തി തലോടുകയാണ്, തഴുകുകയാണ്. ഈ യോസേഫിന് ഇപ്പോൾ വയസ്സ് 17. യോസേഫിനെ കുറിച്ച് കവിതയായി ചില വാക്കുകളായി മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, പാടുന്നു. നീലസാഗര സീമയിൽ വിടർന്ന മലരോ മാണിക്യമോ, നീലസാഗര സീമയിൽ വിടർന്ന മലരോ മാണിക്യമോ. മിഴികൾ രണ്ടും വശ്യമനോഹരം, മിഴികൾ രണ്ടും വശ്യമനോഹരം, സ്വർണ്ണ ചുരുൾമുടിയും. മിഴികൾ രണ്ടും വശ്യമനോഹരം, സ്വർണ്ണ ചുരുൾമുടിയും. നീലസാഗര സീമയിൽ വിടർന്ന മലരോ മാണിക്യമോ. അഴകിൻ വാക്കിനന്ത്യം എഴുതാൻ എനിക്കുമേലാ, എനിക്കുമേലാ. അഴകിൻ വാക്കിനന്ത്യം എഴുതാൻ എനിക്കുമേലാ, എനിക്കുമേലാ. പഴുത്ത ഗോതമ്പിൻ നിറവും
കൂവളപ്പൂവിൻ സംഗമവും പഴുത്ത ഗോതമ്പിൻ നിറവും കൂവളപ്പൂവിൻ സംഗമവും നീലസാഗര സീമയിൽ വിടർന്ന മലരോ മാണിക്യമോ മലരോ മാണിക്യമോ. ജോസഫിൻ്റെ സൗന്ദര്യം പിന്നീട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാം. എനിക്ക് ജോസഫിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ദേ ജോസഫ് പോകുന്നു. ജോസഫ് നിൽക്കൂ. നിൽക്കാൻ. എന്താ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ജോസഫിനെ വിളിച്ചതാ. എന്തോന്നാ? ഇപ്പോൾ എവിടെ നിന്ന് വരികയാ? ഞാൻ കാട്ടിൽ നിന്ന് വരുന്നു. അവിടെ എന്താ വിശേഷം? എന്ത് വിശേഷം? പഴയ വിശേഷം തന്നെ. എൻ്റെ ചേട്ടന്മാരെ അറിയാമല്ലോ. പിന്നെ എനിക്കറിയത്തില്ലയോ? രൂപേൻ, ശിമയോൻ, ലേവി. അവരല്ല, മറ്റേ ദാനും ഗാദും ആശേറും നഫ്താലിയൊക്കെ ഉണ്ടല്ലോ. ഓ, നിൻ്റെ ചിറ്റമ്മമാരുടെ മക്കൾ. അതെ അതെ, അവർ തന്നെ, അവർ തന്നെ. അവർക്കെന്താ കുഴപ്പം? വേറെ എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എൻ്റെ അപ്പനുണ്ടല്ലോ, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. എൻ്റെ അപ്പൻ രാവിലെ ഇവരെ കാട്ടിലേക്ക് പറഞ്ഞേക്കും. എന്തിനാണെന്നറിയാമോ? ഈ ആടുകളെ കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും വെള്ളം കുടിപ്പിക്കാനും. ഇവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ആടുകളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് ഇവരൊരു പോക്കാ. പിന്നെ ഇവർ വരുന്നത് ശാപ്പാടടിക്കാവുന്ന സമയത്തല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. ഇവരെന്നെ വിട്ടേച്ച് പോകുന്ന വല്ല സിംഹമോ കടുവ എന്ന എന്നെ കൊല്ലത്തില്ലയോ? എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇവരെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇവരാണെങ്കിൽ ഈ ആടുകൾക്ക് വെള്ളവും കൊടുക്കില്ല, തീറ്റയും കൊടുക്കില്ല, കുളിപ്പിക്കുകയില്ല. പിന്നെ എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞിരിക്കും, ഇടയപ്പണി ഒട്ടും ചെയ്യുകയില്ല. എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞിരിക്കും, ഇടയപ്പണി ഒട്ടും ചെയ്യുകയില്ല. പിഴകളാ മഹാപിഴകളാ, പിഴകളാ മഹാപിഴകളാ, പിഴകളാ മഹാപിഴകളാ, പിഴകളാ മഹാപിഴകളാ. എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞിരിക്കും, ഇടയപ്പണിയൊന്നും ചെയ്യുകയില്ല. എപ്പോഴും പൊങ്ങച്ചം പറഞ്ഞിരിക്കും, ഇടയപ്പണിയൊട്ടും ചെയ്യുകയില്ല. അല്ല, ഞാനീ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ജോസഫ്, ആ അപ്പ, ഞാനിതാ വരുന്നു. പിന്നെ എന്നെ അപ്പൻ വിളിക്കുന്നു, ഞാനിപ്പോൾ വരാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്നറിയാമോ? അപ്പനെ എനിക്ക് വിശേഷപ്പെട്ട ഒരു അങ്കി തയ്പ്പിച്ചു തന്നു, തുന്നിത്തന്നു. ഈ എന്നെനിക്ക് വിശേഷപ്പെട്ട അങ്കി എൻ്റെ അപ്പൻ തുന്നി തന്നു അന്ന് തുടങ്ങിയതാണ് എൻ്റെ സഹോദരങ്ങളായ ഇവർക്ക് എന്നോടുള്ള പക. എന്തായാലും അപ്പൻ വിളിക്കുന്നു, ഞാൻ അപ്പനോട് പോയി എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് വരാം. ജോസഫ് അപ്പൻ്റെ അടുക്കലിരിക്കുന്നു, ബെന്യാമിൻ ഇരിക്കുന്നു. ജോസഫ് അപ്പൻ്റെ അടുക്കലിരിക്കുകയാണ്. എന്തോ ഒരു കൊസറ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് എന്താണെന്ന് ചെന്ന് നോക്കാം. എല്ലാ സഹോദരന്മാരും യോസേഫിൻ്റെയും യാക്കോബിൻ്റെയും ചുറ്റും വന്നിരുന്നു. യോസേഫ് തുടങ്ങി. പിന്നെ അപ്പ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്ത് സ്വപ്നമാ മോനെ നീ കണ്ടത്? അപ്പ, ഞാൻ കണ്ട സ്വപ്നം ഞാൻ പറയട്ടെ. ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. വയലിൽ നമ്മളെല്ലാം കറ്റകെട്ടുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. വയലിൽ നമ്മളെല്ലാം കറ്റകെട്ടുകയായിരുന്നു. കറ്റകെട്ടുകയായി. എന്നിട്ട് പറയാം, കേട്ടുകൊള്ളുക.
നിങ്ങളറുത്ത കറ്റകളെല്ലാം എനിക്കു ചുറ്റും നിന്നു. നിങ്ങളറുത്ത കറ്റകളെല്ലാം എനിക്കു ചുറ്റും നിന്നു. താണുവണങ്ങി കറ്റകളെല്ലാം എന്നെ സാഷ്ടാംഗം, എന്നെ സാഷ്ടാംഗം. താണുവണങ്ങി കറ്റകളെല്ലാം എന്നെ സാഷ്ടാംഗം, എന്നെ സാഷ്ടാംഗം. നിങ്ങളാരും ചിരിക്കണ്ട. പിന്നെയും ഞാനൊരു സ്വപ്നം കണ്ടു. പിന്നെയും നീ സ്വപ്നം കണ്ടോ? കേൾക്കട്ടെ, പറയൂ പറയൂ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു, എന്നെ നമസ്കരിച്ചു, എന്നെ നമസ്കരിച്ചു, എന്നെ നമസ്കരിച്ചു. യോസേഫ്, നിർത്തുന്നുണ്ടോ നിന്റെ വിഡ്ഢിത്തരം? നീ എന്താണ് ഈ പറയുന്നത്? നീ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയാമോ? ഞാനും നിന്റെ അമ്മയും നിന്റെ 11 സഹോദരന്മാരും നിന്നെ സാഷ്ടാംഗം നിന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചുവെന്നോ? ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നെ നമസ്കരിക്കുകയോ നമസ്കരിക്കാതിരിക്കുകയോ ചെയ്യാം. ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും ദാ പോവുകയാണ്. മക്കളെ, നിങ്ങളെല്ലാവരും പോയി. അവൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും പോയി വയലിലോട്ട് പോയി ആടുകളെ തീറ്റി വെള്ളമൊക്കെ കൊടുക്കുകയും അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, എടേ, ലവൻ പറഞ്ഞത് കേട്ടോ, അവൻ രാജാവാകും പോലും. അവൻ രാജാവായാൽ നമ്മളെല്ലാവരും അവന് ചുറ്റും നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുമെന്ന്. ഈ പൊട്ടൻ രാജാവാകുമെന്ന് രൂപേൻ പറഞ്ഞു. അവനെ പൊട്ടനെന്ന് കളിയാക്കൊന്നും വേണ്ട. അവൻ്റെ മുഖം കണ്ടാലറിയാം, അവൻ്റെ മുഖത്തെ തേജസ്സും ചൈതന്യവും കണ്ടാലറിയാം. ഒരുപക്ഷെ അവൻ രാജാവായാൽ. എടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? എടാ, അപ്പൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വായി നോക്കിക്കൊണ്ടിരിക്കും, വേറെ എന്ത് ചെയ്യാൻ? എടാ, അപ്പനോടൊപ്പം മണ്ണിൽ മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കി അവൻ പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കാർക്കെങ്കിലും ഈ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ? നമുക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ പറയുന്നതിൽ എന്തെങ്കിലും ഇല്ലാതെ ഇല്ല. എടേ, നമ്മൾ എന്തിനു ചുമ്മാ യോസഫിൻ്റെ കാര്യം പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. യോസേഫ് കണ്ട സ്വപ്നങ്ങൾ പിതാവായ ദൈവം തനിക്ക് തന്ന ഒരു ദൂതായി യാക്കോബ് ഏറ്റെടുത്തു. കാരണം തൻ്റെ മകൻ യോസേഫ് ആ വാക്കുകൾ പറയുമ്പോൾ ആ മുഖത്തെ ഭാവം, ആ വാക്കുകളുടെ മൂർച്ച യാക്കോബ് കണ്ടറിഞ്ഞു. അപ്പനായി യാക്കോബ് 2 സ്വപ്നങ്ങളും ഹൃദയത്തിൻ ഭിത്തിയിൽ കുറിച്ചു യാക്കോബ് ഓമനപുത്രന്റെ ദിവ്യ സ്വപ്നങ്ങളെ. ഹൃദയത്തിൻ ഭിത്തിയിൽ കുറിച്ചു യാക്കോബ് ഓമനപുത്രന്റെ ദിവ്യ സ്വപ്നങ്ങളെ. കളവ് പറയില്ല കളിയായി കാണേണ്ട, കളവ് പറയില്ല കളിയായി കാണേണ്ട ദൈവം കാണിച്ച സ്വപ്നദൂതിനെ. കളവ് പറയില്ല കളിയായി കാണേണ്ട ദൈവം കാണിച്ച സ്വപ്നദൂതിനെ. ദൈവം കാണിച്ച സ്വപ്നദൂതിനെ, ദൈവം കാണിച്ച സ്വപ്നദൂതിനെ. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ പ്രിയപുത്രനായ യോസേഫ് കണ്ട 2 സ്വപ്നങ്ങളെയും
സഹോദരന്മാർ പരിഹസിച്ച് പുറന്തള്ളിക്കളഞ്ഞു. എന്നാൽ തൻ്റെ പിതാവായ യാക്കോബ് ആ 2 സ്വപ്നങ്ങളെയും പിതാവായ ദൈവം, യഹോവയായ ദൈവം കാണിച്ചു കൊടുത്ത ആ ദൂതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. യോസേഫ് രാജാവാകുമോ? നമ്മതൊരു ചോദ്യമാണ്. കാരണം ഉബായി എന്നും തന്ത്രശാലി എന്നും ജനങ്ങൾ തള്ളിക്കളഞ്ഞ യാക്കോബ് എന്ന മൂലക്കല്ലിനെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യനാക്കി മാറ്റിയ യഹോവയായ ദൈവം യോസേഫിനെ രാജാവാക്കുമോ? ചരിത്രം അവസാനിക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ ചരിത്രം ഇങ്ങനെ ഇവിടെ പൂർണ്ണമാക്കുന്നു. യാക്കോബും പുത്രന്മാരും.